ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് ഇറാന്റെ കേണ അപേക്ഷയാണ്. ഏറ്റുമുട്ടി നാണം കെട്ടല്ലോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് ഇവിടുത്തെ മലയാള മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അത് അവരുടെ അറിവിന്റെ പാപ്പരത്വമാണ്. അമേരിക്ക സ്ട്രോങ് ആയിട്ട് തന്നെ ഈ നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ അമേരിക്കയുടെ പരിധിയിൽ നിൽക്കേണ്ടി വരും. ഇസ്രായേൽ ഇപ്പോഴും വളരെ ജാഗ്രതയിലാണ്. 2026 ഇസ്രായേൽ ഇറാൻ യുദ്ധം ഫെബ്രുവരി മുതൽ ജൂൺ മാസം വരെ സംഭവ വികാസങ്ങൾ, യുദ്ധം എങ്ങനെ തുടങ്ങി, ആരാണ് ആദ്യം ആക്രമിച്ചത്, സമാധാന ചർച്ചകൾ എങ്ങനെ വളരുന്നു എന്നുള്ളതൊക്കെ ഇതിനോടൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും ഞാൻ അതിനെക്കുറിച്ചൊരു വിശകലനം, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു വിശകലനം നടത്തുന്നത് നന്നായിരിക്കും. ഏതൊരു പ്രത്യാഘാതങ്ങൾ സംഭവിച്ചാലും അതിനെക്കുറിച്ചൊരു ഇവാലുവേഷൻ നടത്തുമ്പോഴാണല്ലോ ഇനിയും അത്തരത്തിലുള്ള ഒരു പ്രാദേശികമായിട്ടോ അന്താരാഷ്ട്രപരമായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജനപക്ഷത്തു നിന്നുള്ള ഒരു വലിയ ഉണർവുണ്ടാകുക, അല്ലെങ്കിൽ നിലവിളികൾ ഉയർന്നു വരികയും അത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുകയും ചെയ്യാം. ഇപ്പോൾ 2026 ഇസ്രായേൽ ഇറാൻ യുദ്ധം മധ്യപൂർവേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ സംഘർഷങ്ങൾ ഒന്നായി മാറി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു സാധാരണ ഏറ്റുമുട്ടൽ മാത്രമായിരുന്നില്ല. അമേരിക്ക, ഹിസ്ബുള്ള, ഗൾഫ് രാജ്യങ്ങൾ, ഹോർമൂസ് കടലിടുക്ക്, ആഗോള എണ്ണ വിപണി എന്നിവയെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് ചരിത്ര വസ്തുത. യുദ്ധം ആരംഭിച്ച ഏകദേശം 100 ദിവസങ്ങൾക്ക് ശേഷം 2026 ജൂണിൽ ഒരു താൽക്കാലിക സമാധാന ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കാം. എന്തുകൊണ്ടാണ് ഇസ്രായേലും ഇറാനും ശത്രുക്കളായത് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഈ യുദ്ധത്തിന്റെ ഗതികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. 1979 ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം മുമ്പ് സൗഹൃദത്തിലായിരുന്ന ഇസ്രായേലും ഇറാനും കടുത്ത ശത്രുക്കളായി മാറി. ഇങ്ങനെയാണല്ലോ നമുക്ക് വളരെ നല്ല കൂട്ടുകെട്ടിൽ കഴിയുന്ന ആളുകൾ തമ്മിൽ ശത്രുക്കളായി മാറിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ശക്തി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാനായിട്ട് ഇരുകൂട്ടർക്കും കഴിയും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി, ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ, സിറിയയിൽ ലെബാനനെ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സ്വാധീന പോരാട്ടം എന്നിവ വർഷങ്ങളായിട്ട് സംഘർഷം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രധാന സംഭവങ്ങളുടെ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കിയാൽ ഫെബ്രുവരി മാസം 28-ാം തീയതി, അതായത് ഈ വർഷത്തില് ആ യുദ്ധത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു ആരംഭിച്ചത്. ഫെബ്രുവരി മാസം 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ വൻ വ്യോമാക്രമണം ആരംഭിച്ചത് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. ഈ സൈനിക നടപടിക്ക് അമേരിക്ക നൽകിയ പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നായിരുന്നു. ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ആണവ സൗകര്യങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സൈനിക നേതൃത്വ കേന്ദ്രങ്ങൾ. ആദ്യ ആക്രമണത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനി മുതലായ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പം അത് സംഭവിക്കുകയും ചെയ്തു. അലി ഖൊമേനി ആയത്തുള്ള കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ ആദ്യം തന്നെ പുറത്തേക്ക് വരികയുണ്ടായി. നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആ സമയത്ത് കൊല്ലപ്പെട്ടു. മാർച്ച് മാസം 1-ാം തീയതി ഇറാന്റെ തിരിച്ചടി അവരും ആരംഭിച്ചു. ആക്രമണത്തിന് മറുപടിയായിട്ട് ഇറാൻ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു. അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്കും ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇറാൻ വളരെയധികം ശക്തമായി തിരിച്ചടിക്കാനിടയായി. ഇസ്രായേലിലെ നിരവധി നഗരങ്ങളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ മുഴങ്ങി. ജനങ്ങളെല്ലാം തന്നെ ബങ്കറുകളിലേക്ക് മാറേണ്ടി വന്നു എന്നുള്ളതൊക്കെ ആ ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സ്നേഹിതന്മാരോടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുകയുണ്ടായി. മാർച്ച് മാസത്തിൽ യുദ്ധം പ്രാദേശിക സംഘർഷമായിട്ട് വ്യാപിക്കുകയും ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായ ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായിട്ട് ഇസ്രായേൽ ലെബനനിൽ ശക്തമായ വ്യോമാക്രമണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. തെക്കൻ ലെബനനിൽ സൈനിക നടപടികൾ ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ലോക എണ്ണവില പെട്ടെന്ന് കുതിക്കുകയും ചെയ്തു. അത് നമ്മുടെ രാജ്യത്തെയും നന്നായിട്ട് ബാധിക്കാനിടയായിത്തീർന്നു. 2026 ഏപ്രിൽ മാസത്തിൽ ആദ്യ വെടിനിർത്തൽ ശ്രമം നടക്കാൻ ഇടയായിത്തീർന്നു. ഏപ്രിൽ 7-ന് അമേരിക്ക ഇടപെട്ട് ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നാൽ പ്രശ്നം എന്തായിരുന്നു? ചർച്ചകളിൽ ഇസ്രായേൽ നേരിട്ട് ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഇസ്രായേൽ ഈ ധാരണയിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ലെബനനിൽ വീണ്ടും ആക്രമണങ്ങൾ നടന്നു. അതിനാൽ വെടിനിർത്തൽ ദീർഘകാലം നിലനിന്നില്ല. മെയ് മാസം 2026 യുദ്ധം നീളുകയാണ്. മെയ് മാസത്തോടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വീട് വിട്ട് പലായനം ചെയ്തു. ലെബനനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ആകെ തകർക്കപ്പെട്ടു. ഇറാന്റെ മിസൈൽ ശേഖരവും സൈനിക മിസൈൽ ശേഖരവും
സൈനിക ശേഷിയും ഭാഗികമായിട്ട് നശിച്ചെങ്കിലും പൂർണ്ണമായി അതില്ലാതായില്ല എന്നുള്ളത് പിന്നീടുള്ള സംഭവവികാസങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതേസമയം അമേരിക്കയും ഇറാനും രഹസ്യമായി പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അതിനകത്ത് മധ്യസ്ഥയാണ്. ഇവിടെയാണ് ഇന്ത്യക്ക് പറ്റിയ വലിയൊരു പാളിച്ച. ശരിക്കും ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് രണ്ടു കൂട്ടരെയും ഇന്ത്യയിൽ വെച്ചിട്ട് അതിന് വേണ്ടുന്ന ഒരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിരുന്നെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പാകെ നമുക്ക് കുറച്ചും കൂടെ യശസ് ഉണ്ടാകുമായിരുന്നതിന് യാതൊരു സംശയമില്ല. ഇവിടെ സംഭവിച്ചെന്താണ്? ഏറ്റവും ഇന്ത്യയുമായിട്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്ന പാകിസ്ഥാന്റെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് അമേരിക്കയും അതേപോലെ ഇറാനും സന്ധി സംഭാഷണങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഇടിവ്, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പാകെ നമുക്കുണ്ടായിരിക്കുന്ന ഒരു താഴ്ച കുറച്ചും മണിയൊന്നുമല്ല. നമ്മളതിനെ ശരിയായി തന്നെ മനസ്സിലാക്കണം. ഇതൊക്കെ നിസ്സാരമായിട്ടൊന്നും കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പാകെ ഇന്ത്യക്ക് തല ഉയർത്തി നിൽക്കാൻ കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ നമ്മുടെ പ്രധാനമന്ത്രിജി വേണ്ടുന്ന പോലെ ഉപയോഗിച്ചില്ല എന്നുള്ളത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന വല്ലാത്ത ഒരു ആക്ഷേപമായി തന്നെയാണ് ആളുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമാധാനത്തിലേക്കുള്ള ഒരു നീക്കം ഈ ജൂൺ മാസത്തിൽ ഇരുപക്ഷവും യുദ്ധം തുടരുന്നതിൻ്റെ ചെലവ് വളരെ കൂടുതലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് മുഖാന്തരമായതാകട്ടെ പാകിസ്ഥാൻ. ആലോചിച്ച് നോക്കി. അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ധാരണ രൂപപ്പെടുകയാണ്. അതിലെ പ്രധാന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് 60 ദിവസത്തെ വെടിനിർത്തൽ, ഇറാനും അമേരിക്കയും 60 ദിവസത്തെ യുദ്ധവിരാമത്തിന് സമ്മതിച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുകയും ലോക വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും നിർണായകമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനായിട്ട് ധാരണയായിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഉപരോധങ്ങളിൽ ഭാഗിക ഇളവ് സംഭവിച്ചു. ഇറാനെതിരായ ചില സാമ്പത്തിക ഉപരോധങ്ങളിൽ അമേരിക്ക ഇളവ് നൽകാൻ തയ്യാറായിട്ടുണ്ട്. ഗാർഡിയൻ വിട്ടിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് ആണവ ചർച്ചകൾ പിന്നീട് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾ ഭാവിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ, അതേപോലെ തന്നെ ദ ഗാർഡിയൻ ഒക്കെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ, അമേരിക്ക പറയുന്ന സാഹചര്യത്തിൽ അതേ രീതിയിൽ തന്നെ ഇറാന് മുന്നോട്ട് പോയെങ്കിലേ കഴിയുള്ളൂ. എന്നോട് അവിടുത്തെ ഒരു റിലയബിൾ റിസോഴ്സിൽ നിന്ന് കിട്ടിയ വിവരം ഒരാൾ അറിയിച്ചത്, പല പ്രാവശ്യം അമേരിക്ക ഇറാൻ നേരിട്ട് വിളിച്ചുകൊണ്ട് യുദ്ധം നിർത്തണം, ഇത് അവസാനിപ്പിക്കണമെന്ന് വളരെ ദയനീയമായിട്ട് അപേക്ഷിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നത്. അല്ലാതെ ഇറാന് ശേഷി കൂടുതലാണെന്നൊക്കെ ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു ശേഷിയില്ല. അവിടുത്തെ തീരേണ്ടത് മുഴുവൻ തീർന്നു. അവിടുത്തെ നേതാക്കന്മാരുടെ കാര്യങ്ങളെല്ലാം തീർന്നു. അടുത്ത സമയത്ത് നമ്മുടെ മാത്യു ശമൽ സാർ പറഞ്ഞ ആ നിരീക്ഷണമാണ് ഏറ്റവും നല്ലൊരു നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹം വെറുതെ പറഞ്ഞല്ല, അദ്ദേഹം വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പറഞ്ഞാണ്. കാരണം ഇറാനെ നയിക്കാനായിട്ട് ഇപ്പോൾ വേണ്ടുന്ന വിധത്തിലുള്ള മത അധിപന്മാരില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അവർക്ക് വേണ്ടുന്നതായ അമേരിക്കയുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ മത നേതൃത്വ നിലയെ മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് രാഷ്ട്രീയ നിലവാരത്തിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനകത്ത് അമേരിക്ക ജയിച്ചു എന്നുള്ളത് തന്നെയാണ് അമേരിക്കയിൽ നിന്നും ഇറാനിൽ നിന്നും വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. മാത്യു ശ്യാമൽ സാറ് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ അത് നമ്മളൊരു കാര്യം ഓർക്കണം, ആണവ പ്രശ്നം പരിഹരിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നൊക്കെ പല റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇനി ഇറാൻ അങ്ങനെ ഒരു ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കെട്ടുപാടിലേക്ക് അമേരിക്ക ഇറാനെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പം മിസൈൽ പദ്ധതി തുടരും. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് നിയന്ത്രണങ്ങളില്ല എന്നൊക്കെയാണ് ചില ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ അതിനൊന്നും അവിടെ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം ഹിസ്ബുള്ള ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറുകയില്ല എന്ന്, ലെബനനിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിലെ ചർച്ചകളിൽ അവഗണിക്കുകയും അമേരിക്ക ഇറാനും തമ്മിലുള്ള ധാരണയിൽ ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ പൂർണ്ണമായി പരിഗണിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള വിമർശനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ കാണേണ്ടുന്ന ഒരു കാഴ്ച, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങൾ എപ്പോഴാണോ പൂർണ്ണമായിട്ട് ഈ പ്രോക്സി വാർ നിർത്തലാക്കുന്നത് അപ്പോൾ മാത്രമേ അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ നാട്ടിൽ കൂടെ ജീവിക്കാൻ കഴിയുള്ളൂ, ഇസ്രായേൽ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ മുൻകരുതലും ഇസ്രായേൽ എടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് അമേരിക്ക മറുതലിപ്പ് കാണിച്ചാൽ പോലും അവരെ സംബന്ധിച്ച് അത് ബാധകമല്ല.
കാരണം അവരുടെ രാജ്യത്തിന്റെ സുരക്ഷ എന്നുള്ളത് അവർക്ക് അനിവാര്യമാണ്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ അവഗണിക്കാനും പറ്റിയല്ല. കാരണം ഇസ്രായേലിലെ നല്ല പങ്ക് ആളുകൾ അമേരിക്ക കൺട്രോൾ ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ കൺട്രോൾ ഇസ്രായേൽ അല്ല, അമേരിക്കയെ കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അപ്പം അമേരിക്ക ഒന്നും കാണാതെ പെട്ടെന്ന് കൊണ്ടുപോയി യുദ്ധം അങ്ങ് അവസാനിച്ചോട്ട് ഞങ്ങൾ പോയി ഏറ്റുമുട്ടി നാണം കെട്ടല്ലോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് ഇവിടുത്തെ മലയാളം മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അത് അവരുടെ അറിവിന്റെ പാപ്പരത്വമാണ്. അങ്ങനെയൊന്നുമല്ല. ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് ഇറാന്റെ കേണ അപേക്ഷയാണ്. പലപ്പോഴും ട്രംപിനെ നേരിട്ട് അവർ വിളിച്ച് അപേക്ഷിച്ചു ഈ അടുത്ത സമയത്തൊക്കെ. കാരണം അമേരിക്ക പറഞ്ഞു ഇന്ന് രാത്രി ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്യരുത് എന്ന് പറഞ്ഞ് അമേരിക്കയോട് കെഞ്ചി എന്നുള്ള വാർത്ത വളരെ ശക്തമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയും ഇറാനും ഒരു താൽക്കാലിക സമാധാന ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോഴും വളരെ ജാഗ്രതയിലാണ്. ഇസ്രായേൽ മറുതലിപ്പല്ല, ജാഗ്രതയിലാണ്. കാരണം ഇസ്രായേലിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇതെല്ലാം കരാർ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹിസ്ബുള്ള പോലെയുള്ള പ്രോക്സി വാറുകളെ കൊണ്ട് ഇറാന് എന്തും ഇസ്രായേൽ ചെയ്യിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അവർ ജാഗ്രത പുലർത്തണം. അതിനെന്താ കുഴപ്പം? ഇസ്രായേൽ അവരുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്രായേൽ ആദ്യം കരാർ പാലിക്കണം എന്ന നിലപാടൊക്കെ പറയുമ്പോൾ ഇസ്രായേലിന് മറുപക്ഷമായിട്ട് പറയാനുള്ളത് ഇസ്രായേലിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടുന്നായ എല്ലാ മുൻകരുതലുകളും എപ്പോഴും അവരെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മളിതിന്റെ ഒരു ഉപസംഹാരമായിട്ട് പറയുകയാണെങ്കിൽ 2026 ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒരു സാധാരണ അതിർത്തി സംഘർഷം അല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആണവായുധങ്ങൾ, പ്രാദേശിക ശക്തി പോരാട്ടം, അമേരിക്കയുടെ ഇടപെടൽ, ഹിസ്ബുള്ളയുടെ പങ്കാളിത്തം, ആഗോള എണ്ണ വിപണി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ വെടിനിർത്തൽ യുദ്ധത്തിന് താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും ആണവ പ്രശ്നം, മിസൈൽ പദ്ധതി, ലെബനൻ സുരക്ഷാ പ്രശ്നം എന്നിവ പരിഹരിക്കപ്പെടാത്തതിനാൽ മധ്യപൂർവ്വ ഏഷ്യയിൽ സ്ഥിരമായ സമാധാനം ഇനിയും ദൂരെയാണെന്നുള്ളത് ചില നിരീക്ഷകന്മാരൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഞാൻ അതിനെ കാണുന്നത് അമേരിക്ക സ്ട്രോങ് ആയിട്ട് തന്നെ ഈ നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ അമേരിക്കയുടെ വരുതിയിൽ നിൽക്കേണ്ടി വരും. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ അമേരിക്കയോടൊപ്പം നിന്ന് ഇറാന് വേണ്ടുന്നതായ സഹകരണവും സഹായവും നൽകിക്കൊടുക്കുകയും അങ്ങനെ സമാധാനം നമ്മുടെ ലോകത്തിൽ സംജാതമാകുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.